പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടു കൂടി തന്നെ ഇടക്കാല സർക്കാരിനെ നയിക്കാനായി അധികാര കസേരയിൽ കയറിയ മുഹമ്മദ് യൂനസ് ആകട്ടെ ബംഗ്ലാദേശിനെ ഭരിച്ചു മുടിക്കുകയാണ് ഉണ്ടായത്. ഭരണത്തിൽ കയറി 18 മാസത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് പോലും ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഹിന്ദു ന്യൂനപക്ഷങ്ങളെയാണ് കൂടുതലായും തന്നെ ഉന്നമിച്ചത്. ഇതിൽ നിരവധി യുവാക്കൾ അവിടെ ജീവൻ നഷ്ടമാകുകയും അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായിട്ടുള്ള നിരവധി സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും UNS ഭരണകൂടത്തിൽ യാതൊരുവിധ കുലുക്കവും ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഒടുവിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി തന്നെ UNSന് അവിടെ ഒരു നിക്കക്കള്ളി ഇല്ലാതെ വരികയാണ്. അതായത് UNSനെ ഇപ്പോൾ അവിടെ ജനം ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. BNP അധികാരം പിടിച്ചുകൊണ്ട് UNSനെ നിഷ്കരണം ചവിട്ടി പുറത്താക്കി. എന്നാൽ UNSും കൂട്ടരും അവിടെ ഉണ്ടാക്കിയ കൂറ്റൻ പരാജയം വലിയ നാണക്കേടിലേക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നേതാക്കളാകട്ടെ സ്വന്തം മുഖം രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. മിക്കവരും രാജ്യം വിടുന്നതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ 18 മാസം നീണ്ടുനിന്ന മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല ഭരണകൂടം ഇന്ന് പടിയിറങ്ങുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് മറ്റൊന്നാണ്. അതായത് അവിടുത്തെ ഭരണാധികാരികളുടെയും അവരുടെ സഹായികളുടെയും ഭാവിയിലേക്കാണ്. BNP നേതാവായ ടാരിഖ് റഹ്മാൻ ആകട്ടെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ തന്നെ യൂനസിന്റെ വിശ്വസ്തരാകട്ടെ അവർ ഓരോരുത്തരായി തന്നെ അവരുടെ സുരക്ഷിത ഇടങ്ങൾ തേടി രാജ്യം വിടുന്നതായി തന്നെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. ഇതാകട്ടെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയാണ്. യൂനസിന്റെ പ്രത്യേക സഹായിയായ ഫൈസ് അഹമ്മദ് ടൈഖ് ആകട്ടെ ജർമ്മനിയിലേക്ക് കടന്നതായിട്ടാണ് ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിലും അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലും യൂനസിനെ സഹായിച്ചിരുന്നത് തായിബിന്റെ ഈ പലായനത്തെ സർപ്രൈസ് എക്സിറ്റ് എന്നതാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനാപരമായ സാധുതയില്ലാത്ത ഒരു സർക്കാർ അവിടെ വലിയ രീതിയിൽ കൈക്കൊണ്ട വിവാദ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ നിയമിതരാകുന്നതുമായി അല്ലെങ്കിൽ മാറ്റുന്ന ഒരു ഭീതിയാണിപ്പോൾ വലിയ രീതിയിൽ കൂട്ടപലായനത്തിന് പിന്നാലെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് ഭരണഘടനയിൽ ഒരിടത്തു പോലും ഇത്തരമൊരു ഇടക്കാല സംവിധാനത്തിന് വ്യക്തമായ ഒരു വ്യത്യസ്തതകളില്ല. അതിനാൽ തന്നെ യുനസ് സർക്കാരിന്റെ പല നയപരമായ തീരുമാനങ്ങളും കരാറുകളും അവിടെ നിയമവിരുദ്ധമായി തന്നെ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു താൽക്കാലിക ഭരണകൂടം ചെയ്യാത്തതിനെതിരെ BNP അടക്കമുള്ള പാർട്ടികൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. പഴയ സൈനിക ഭരണകൂടങ്ങൾക്ക് അവിടെ നൽകിയിരുന്ന നിയമപരിരക്ഷകൾ കോടതിയിൽ അസാധുവാക്കിയതും യൂനസിന്റെ ഉപദേശക സംഘത്തെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുകയാണ്. ഉപദേശക സമിതിയിലെ പലരുമാകട്ടെ വഞ്ചകരാണ് എന്നും അവർ സ്വയം ഭാവി സുരക്ഷിതമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുമായി തന്നെ രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഒരു ആക്ഷേപം ഉയർന്നതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു കൂട്ട പലായനം നടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുനസ് ഭരണകൂടം കൊണ്ടുവന്ന വിവാദപരമായ ജൂലൈ ചാർട്ടേഡ് റെഫറൻഡും വിദേശ കരാറുകളും പുതിയ സർക്കാർ പുനർപരിശോധിക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. എന്നാൽ സെയ്ഫ് അഹമ്മദ് രാജ്യം വിട്ടെങ്കിൽ പോലും തങ്ങൾ ബംഗ്ലാദേശ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതായിരുന്നു നേരത്തെ ചില ഉപദേശകരുടെ നിലപാടായി തന്നെ പുറത്തു വന്നത്. അധികാരം സുഗമമായി തന്നെ കൈമാറുന്നതിനാൽ രാഷ്ട്രീയമായ വേട്ടയാടൽ ഉണ്ടാകില്ല എന്നിവർ വിശ്വസിക്കുമ്പോഴും അണിയറയിൽ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.